ദൈവത്തിന് സ്തുതി. സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ, ജനനവും വചനവും എന്ന ജനനപ്പെരുന്നാൾ വചനവിചാരങ്ങളുടെ 14-ാമത്തെ ദിവസത്തിലേക്ക് പ്രാർത്ഥനാപൂർവം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ക്രിസ്തുമസ് ജീവിതത്തിൽ ആരോപണങ്ങളെ അതിജീവിക്കേണ്ടുന്ന അനുഗ്രഹീത കാലമായിട്ട് നമുക്ക് നോക്കിക്കാണാൻ കഴിയും. തിരുക്കുടുംബം എത്രമാത്രം ആരോപണങ്ങളെയും അധിക്ഷേപങ്ങളെയും അതിജീവിച്ചാണ് അനുഗ്രഹകരമായിട്ട് മുന്നോട്ട് പോയത്. ജീവിതത്തിൽ ദൈവം നമുക്ക് 2 കണ്ണും 1 നാവും നൽകിയിട്ടുണ്ട്. ഇരട്ടി കാര്യങ്ങൾ കാണുമ്പോൾ അതിൽ പകുതി പോലും നമ്മൾ പറയാൻ പരാക്രമം കാണിക്കാതിരിക്കുന്നതാണ് ജീവിതത്തെ പവിത്രമായി സൂക്ഷിക്കാൻ ഉപകരിക്കുക എന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. ജീവിതം ജീവിച്ചതിൻ്റെ മാത്രമല്ല, അതിജീവിച്ചതിൻ്റെ കൂടെ ആകത്തുകയാണ്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെങ്കിൽ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ പുച്ഛിച്ചു തള്ളിയാൽ ഒരു ദോഷവും ഉണ്ടാവില്ല. ആരോപണങ്ങൾക്ക് കാമ്പുണ്ടെങ്കിൽ ആത്മശോധനയ്ക്ക് വിധേയമായാൽ മാത്രമേ ജീവിതം വിജയിക്കുകയുള്ളൂ എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് നല്ലതാണ്. ക്രിസ്മസ് കാലം ജീവിതത്തിൽ മുനവെച്ച വർത്തമാനങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കാനോ തകർന്നും തളർന്നും പോകാനോ ഉള്ള കാലമല്ല. മറ്റുള്ളവരുടെ വാക്കുകളെ നമുക്കൊരിക്കലും നിയന്ത്രിക്കാനായി പറ്റില്ല. മറിച്ച് മറ്റുള്ളവരുടെ വാക്കുകളോട് നമ്മുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് നിശ്ചയിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ആരോപണങ്ങളുടെ മുൻപിൽ അടിപതറാതെ ആത്മവിശ്വാസത്തോടെ മുന്നേറുവാൻ ഈ അനുഗ്രഹീതമായ ക്രിസ്മസ് കാലം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും നന്മകൾ നേർന്ന് വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.